നല്ല കരിമുരാ മുരിഞ്ഞ ദോശയിൽ നെയ്യ് ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ. പക്ഷേ ഇവിടെ നെയ്യ് കിട്ടാൻ വലിയ പാടാണ്. കിട്ടുന്ന നെയ്ക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ലൊരു മണമോ ഗുണമോ ഒന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് നെയ്യ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇവിടെ മിക്ക ഇന്ത്യൻസും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അൺസോൾട്ടഡ് ആയിട്ടുള്ള ഐറിഷ് ബട്ടറാണ്. ഇവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു ബട്ടറാണിത്. നമ്മുടെ നാട്ടിലെ സാധാ ബട്ടർ ഉപയോഗിച്ചും നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. ഡയറ്റ് നോക്കുന്നവർക്ക്, പാലിന് അലർജി ഉള്ളവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നെയ്യ്. ഇവിടെ 2 മക്കൾക്ക് കൊടുക്കാനും നെയ്യ് വേണം. പിന്നെ വല്ലപ്പോഴും പായസം, ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനും നെയ്യ് വേണം. ഒരു തവണ ബട്ടർ വാങ്ങിച്ച് നെയ്യ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് മുതലാവുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണെന്ന്. മാത്രമല്ല മണവും ഗുണവും ഏറെയാണ് താനും. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ കാശ് കളഞ്ഞ നെയ്യായിട്ട് വാങ്ങിക്കുന്നത്? ബട്ടറായിട്ട് വാങ്ങിച്ച് നമുക്ക് ഉരുക്കിയാൽ പോരെ. കുറച്ച് മെനക്കെടണം, അത്രയല്ലേ ഉള്ളൂ. ഞാനുണ്ടാക്കിയ നെയ്യ് എൻ്റെ മോന് കൊടുത്തപ്പോഴും അവന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അവൻ്റെ അമ്മ ഉണ്ടാക്കിയ നെയ്യ്. അതല്ലേലും അങ്ങനെയാണ് അല്ലേ. അമ്മയുടെ വീട്ടിൽ പണ്ട് പശുക്കറവയുള്ള സമയത്ത് ഇതുപോലെ വെണ്ണ അരങ്ങിയെടുത്തിട്ട് അമ്മൂമ്മ നെയ്യ് ഉണ്ടാക്കുമായിരുന്നു. ആ പ്രോസസ്സ് കാണാനൊക്കെ നല്ല രസമാണെങ്കിലും കുറച്ചധികം പാടാണ്. അമ്മൂമ്മ അതിനകത്ത് നെയ്ക്കൊരു മണവും ഗുണവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് കരിവേപ്പിലൊക്കെ ഇടുമായിരുന്നു. ഇവിടെ ഇപ്പോൾ എനിക്ക് പച്ചക്കറിവേപ്പില കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. അപ്പോൾ 250 ഗ്രാമിൻ്റെ 3 ബ്ലോക്ക് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ദേ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ ബട്ടർ വാങ്ങിച്ച് ഉരുക്കുന്നത് കൊണ്ട് തന്നെ അരമണിക്കൂറിൽ താഴെ നെയ്യ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇങ്ങനെ ഉരുക്കി വരുന്ന നെയ്യ് കാണാൻ തന്നെ നല്ല ചന്തമാണ്. ചന്തം മാത്രമല്ല കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. പണ്ട് മുതലേ നെയ്യൊന്നും എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമല്ല. പക്ഷേ ദോശയിൽ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ദോശയുടെയും നെയ്റോസ്റ്റിൻ്റെയും ഒക്കെ വില മനസ്സിലായത് ഇങ്ങ് വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മുടെ ടോപ്പിക്കിൽ നിന്നും വല്ലാണ്ട് അങ്ങ് സംസാരിച്ച് വഴുതി മാറി പോകുന്നു. ബട്ടർ എന്തായാലും ഇതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ബട്ടറിലുള്ള ബാക്കിയുള്ള പാലിൻ്റെ അംശമാണ് ഈ മേളിൽ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. ഈ ബട്ടർ ഉരുക്കുന്നതിൽ എനിക്ക് മെയിൻ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് കറക്റ്റ് പരുവത്തിന് ഉരുക്കിയെടുക്കുക, അതായത് അടി കരിയാതെ ഉരുക്കിയെടുക്കുക എന്നുള്ളതിലാണ്. ഈ നെയ്യുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൂളിൽ പോകുന്ന കൊച്ചു കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ എനർജിയും ഫാറ്റും ഒക്കെ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഫുഡിൻ്റെ കൂടെ ഇഷ്ടംപോലെ നെയ്യ് ഉൾപ്പെടുത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നല്ലതാണ്. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ബട്ടറൊക്കെ നല്ലതുപോലെ ഉരുകി ഏതാണ്ട് നമ്മുടെ ഒരു പരുവത്തിനുള്ള നെയ്യായി വരുന്നുണ്ട്. അപ്പം നെയ്യായി വരും തോറും ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഉരുകിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരും. നെയ്യായി വരുമ്പോൾ അടിഞ്ഞുകൂടുന്ന ഈ അടിമട്ടിൻ്റെ കളർ ലൈറ്റ് ബ്രൗൺ ആവുന്നതാണ് നമ്മുടെ നെയ്യുടെ പാകം. അപ്പോൾ പാകത്തിന് ബട്ടറൊക്കെ ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം പയ്യെ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെയ്യ് നന്നായി തണുത്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിട്ടുള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കാം. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലൂടെ അരിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമട്ടും കീടനും ഒന്നും വരാതെ കുപ്പിയിലേക്ക് നല്ല വൃത്തിക്ക് നമുക്ക് ക്ലിയർ നെയ്യായിട്ട് ഒഴിച്ചു വെക്കാൻ പറ്റും. ചൂടാറിയതിന് ശേഷം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആവി വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതേ ഞാൻ നെയ്യ് ഉണ്ടാക്കി കുപ്പിയിലാക്കിട്ടോ. ആ നെയ്യുടെ ഒരു സൗന്ദര്യം കണ്ടോ, എന്തൊരു ഭംഗി, നല്ല ഗോൾഡൻ കളർ, നല്ല മണവുമായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബട്ടർ ഉരുക്കി നെയ്യ് ഉണ്ടാക്കാൻ, ഉറപ്പായിട്ടും ഇഷ്ടമാവും.